കാണാത്ത ആൾക്കാരുണ്ട്. ബട്ട് അതൊക്കെ ഒരു ജസ്റ്റ് മിസ്സാണ്. തിയേറ്റർ ഒരു പെർഫെക്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം. അത് മിസ് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണിത്. ഒരു തലപതി ഫാനാണ് ഞാൻ, എന്നും തലപതി ഫാൻ. രസമാണ്, തിയേറ്ററിൽ നിന്ന് കണ്ടോ എൻജോയ് ചെയ്യാം. വിഷ്വൽ ട്രീറ്റ് ആണ് ലാസ്റ്റ് പടം എന്ന് പറയുമ്പോൾ. അതെ, അതൊക്കെ ഉണ്ട്. എല്ലാം ഫാൻ ബേസ് സാധനമാണ്. എല്ലാ തമിഴ്നാട് ഐറ്റംസും എല്ലാം ഉണ്ട്. എൻജോയ് ചെയ്യാം. റെക്കോർഡൊക്കെ തൂക്കോ? അത്യാവശ്യം നല്ല രീതിയിൽ തൂക്കും. അടിപൊളിയൊന്നും പറയാനല്ലോ, കണ്ടവരെ വേറെ എങ്ങനെയുണ്ടെന്ന് ഇന്റർവ്യൂല് വരെ വേറെ ലെവൽ. ഇതുപോലെ ഒരു മാസ് നായകൻ പോയാൽ ഇയാൾ തിരിച്ചു വരും. നമുക്ക് ഇയാളെ വേണം, ഇന്ത്യൻ സിനിമയ്ക്ക് ഇയാളെ വേണം. അതുപോലെ മാസാണ്, വേറെ ലെവൽ കേട്ടോ. ഒരു ടെലിഗ്രാമിൽ കണ്ട 1,20,00,000 വെറും മണ്ടന്മാരെ. ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് പാടും കേട്ടോ. തിയേറ്റർ കുലുക്കുമല്ല, തിയേറ്റർ പൊട്ടി തെറിച്ചു, അത്ര പറയാനുള്ളൂ. ഇടില്ല വേണ്ടി വിജയ് സാർ ഈ പടം റിലീസ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. എന്നാലും ഇനി ആ ഉണ്ണിക്കുട്ടൻ ആ സ്മാരകം പോലെ അത് കൊണ്ടുവന്ന് ഇനി നടക്കൂല. ആ ഫോട്ടോ പുറത്തു വിടണമെന്ന് ഞാൻ പറയുന്നു. ഉണ്ണിക്കുട്ടൻ ആ ഫോട്ടോ പുറത്തു വിടണം. വിജയ് സാറുമായിട്ടുള്ള ഫോട്ടോ പുറത്തു വിടണം. ഇനിയും ആ സസ്പെൻസ് നിലനിർത്താതെ ആ ഫോട്ടോ നിങ്ങൾ പുറത്തു വിടണം. ഉണ്ണിക്കുട്ടനടുത്ത് ദയവേദി ഞാൻ പറയുകയാണ്. എന്റെ പൊന്നെ സത്യം പറയാനല്ലോ, ഒറ്റ പാട്ട്, ആ പാട്ട് കൊണ്ട് പടത്തിന്റെ പൈസ മുതലായി. എന്തൊരു ഡാൻസാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന, ഇതുപോലെ ഓളം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഒരു ലോജിക്ക് നിങ്ങൾ നോക്കണ്ട. തൂക്കിയടിയാണ്, അടി ഇടി വെടി പുക, ഒന്നും നോക്കാൻ ഒറ്റ ലോജിക്ക് നോക്കണ്ട. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ തിയേറ്ററിലേക്ക് വന്ന് പൊളിച്ചോ, എൻജോയ് ചെയ്തോ. ഫുൾ ഓൺ പടമാണ്, ഒരു രക്ഷയില്ല, ഒരു ലാഗൂല, ഒന്നുമില്ല. പടം തൂക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പടം മുഴുവനായിട്ടൊന്ന് കഴിഞ്ഞോട്ടെ, അത്രക്കും പറയാനുണ്ട്. ഒരു കൊല മാസമാണ്, ഒന്നൊന്നര ഫൈറ്റ് എന്ന് പറയുക, എച്ചാതി ഫൈറ്റ് എന്നറിയോ. അപ്പോൾ അതുപോലെ ഡാൻസ് ആ ഒരു ഡാൻസ് കിട്ടില്ലൻ, നമ്മൾ ശരിക്കും ആസ്വദിച്ചു പോകും. അത്രയും നല്ല കിട്ടില്ലൻ ഡാൻസുമാണ്, അതുപോലെ ഫൈറ്റും. അടിപൊളി ഒരു ഇൻ്റർവെൽ പഞ്ചുണ്ട്. ഒന്നും നോക്കണ്ട, പടം കഴിഞ്ഞാൽ കണ്ടവരോട് എന്താ പറയാ, അതൊക്കെ വെറുതെ. തിയേറ്റർ വാച്ച് പടമാണിത്. അത്രക്കും എനർജറ്റിക്. തിയേറ്റർ കുലുക്കി. പിന്നല്ലാതെ അണ്ണൻ്റെ ഏത് പടം വന്നാലും തിയേറ്റർ കുലുക്കും. അതിലപ്പുറമാണ് ഈ അവസാന പടം. പിന്നെ ഇത് എന്തുകൊണ്ട് ഇത് തടഞ്ഞു വെച്ചെന്നുള്ളത് നമുക്ക് ബാക്കിയൂടെ പറയാനുണ്ട്. അതാണ് മെയിനായിട്ട് ഇതിൽ. പടം ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിജയ് പടത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ സിനിമയ്ക്കകത്ത് കിട്ടുന്നത്. നമുക്കിതിൻ്റെ കഥയും സംഭവങ്ങൾ തെലുങ്ക് പടത്തിൻ്റെ റീമേക്കും പരിപാടികളൊക്കെ അറിയാം. പക്ഷേ സ്ക്രീനിനകത്ത് ഒരു ക്രൗഡിൻ്റെ കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ, അങ്ങനെ ചിയർ ചെയ്ത് കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വിജയ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഈ ലാസ്റ്റ് സിനിമയായ ജനനായകൻ വന്നിരിക്കുന്നത്. പാട്ട്, ഡാൻസ്, അതുപോലെ തന്നെ ആക്ഷൻ എല്ലാം കൊണ്ടും തിയേറ്ററിനകത്ത് എങ്ങനെ പ്രേക്ഷകരെ രസിപ്പിക്കണം എന്നറിയുന്ന നടനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് സിനിമയും അതേ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത് എടുത്തു വരേണ്ട അനിരുദ്ധിൻ്റെ BGM ആണ്, പിന്നെ വിജയുടെ സ്ക്രീൻ പ്രസൻസും രണ്ടും കൂടി ചേരുമ്പോൾ ഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടതൊന്നും അല്ല പടം. കാരണം ഇപ്പോൾ ഇതുപോലുള്ള സിനിമകൾ നിങ്ങൾ തിയേറ്ററിനകത്ത് ക്രൗഡിനകത്ത് ചെയർ ചെയ്തുകൊണ്ട് കണ്ടാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. തിയേറ്റർ അണ്ണൻ തിയേറ്റർ സ്ക്രീനകത്തും കാണാൻ വന്ന ജനങ്ങളാണ് തിയേറ്റർ ഇളക്കി മറിച്ചത്. അത്ര എൻ്റർടൈനിങ് ആയിരുന്നു, ഗംഭീരമായിരുന്നു.